ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ചൈന ഗ്രാസോ ജലാറ്റിനോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒരു പീലർ കൊണ്ട് കളഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വളരെ കനം കുറച്ചിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ക്യാരറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി ഈ ക്യാരറ്റിലേക്ക് ഒരു 300 ml പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഈ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് 500 ml ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നിന്നും ഒരു 300 ml പാൽ ഈ ക്യാരറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ ക്യാരറ്റ് നമ്മൾ വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് നമുക്ക് ഈ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ ക്യാരറ്റും പാലൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റും പാലും മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റൈനറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിലേക്ക് നിങ്ങൾ പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിങ്ങനെ തന്നെ അരിച്ചെടുത്താൽ മതി. ഇതിലിനി ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും അറിയാതെ കിടക്കുന്നുണ്ടെങ്കിലോ അതാണ് കേട്ടോ നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടതും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പുഡിങ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി 6 ആയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോവാതിരുന്നാൽ മതി കേട്ടോ. കോൺഫ്ലോർ ഇനി ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോവാതിരുന്നാൽ മതി കേട്ടോ. കുറഞ്ഞു പോയാൽ നമുക്ക് ഈ പുഡിങ് സെറ്റായി കിട്ടൂല. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കുള്ളൂ. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ കോൺഫ്ലോർ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കട്ട പിടിക്കുകയും ചെയ്യും, കോൺഫ്ലോർ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ചൈന ഗ്രാസ് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ പുഡിങ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കട്ട പിടിക്കാതെ വെന്ത് കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലേ, ആ സമയത്ത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് കോൺഫ്ലോറൊക്കെ നല്ലതുപോലെ വെന്തിട്ട് കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ തിളച്ച് കോൺഫ്ലോറൊക്കെ വെന്ത് നല്ല തിക്കായി വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കുക. വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലായി കിട്ടണം കേട്ടോ, എന്നാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇതിൽ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പുഡിങ് ട്രേയിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാനൊരു കുഞ്ഞു ബൗളിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലെ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യുക. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാവൂ. ഇത് തണുക്കാനായിട്ട് ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഞാനിത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലതുപോലെ തണുത്ത് കിട്ടാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, നമ്മളിത് ഓവർനൈറ്റ് വെച്ചപ്പോഴേക്കും നമുക്കിത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതെന്തൊരു സോഫ്റ്റാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചേരുവകളെല്ലാം കറക്റ്റ് അളവിലെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെ ക്യാരറ്റ് പുഡിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മളൊരു കുഞ്ഞു ബൗളിലും കൂടി ഒഴിച്ച് വെച്ചിരുന്നില്ലേ, അതും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്